ജേക്കബ് ഫാറ്റുവും റോമൻ റെയിൻസിന്റെ ബ്ലഡ് ലൈനിൽ ജോയിൻ ചെയ്യാൻ വേണ്ടി പോകുന്നു. ഈ കഴിഞ്ഞ റോ എപ്പിസോഡിൽ നടന്ന ഒരു ചെറിയ സെഗ്മെന്റിനെ കുറിച്ച് പറയാൻ വേണ്ടിയിട്ടാണ് വന്നിട്ടുള്ളത്. റോമൻ റെയിൻസിന്റെയും ജേക്കബ് ഫാറ്റുവിന്റെയും ക്ലാഷ് ഇൻ ഇറ്റലിയിലെ കോൺട്രാക്ട് സൈനിങ് ആയിരുന്നു അവിടെ നടന്നിട്ടുണ്ടായിരുന്നത്. വെറും മാച്ച് ആയിരുന്നില്ല, ട്രൈബൽ കോമ്പാറ്റ് മാച്ച് ആയിരുന്നു നടക്കുമെന്ന് പറഞ്ഞത്. അങ്ങനെ ആദ്യം തന്നെ ജേക്കബ് ഫാറ്റു വന്നുകൊണ്ട് അദ്ദേഹം ആ ഒരു കോൺട്രാക്ട് സൈൻ ചെയ്യുകയുണ്ടായി. പിന്നീട് റോമൻ റെയിൻസ് അവിടേക്ക് എത്തി ഫാൻസി ഹാപ്പി ബർത്ത്ഡേ എന്ന് പറഞ്ഞിട്ടുള്ള ചാന്റുകൾ കൊടുത്തു, റോമൻ റെയിൻസ് എന്ന് പറഞ്ഞിട്ടുള്ള ചാന്റുകൾ കൊടുത്തു. സൈൻ ചെയ്ത ഉടനെ തന്നെ ഞങ്ങളെ വിട്ട് റിംഗിൽ നിന്ന് പോകണമെന്ന് സെക്യൂരിറ്റിക്കാരോടും ആദം പിയേഴ്സിനോടും പറയുകയുണ്ടായി. റോമൻ പറഞ്ഞത് ജേക്കബ് ഫാറ്റ് ഓൾറെഡി തോറ്റുപോയിട്ടുള്ള ഒരാളാണ്, പക്ഷെ തോറ്റു എന്നുള്ളത് അവൻ സമ്മതിക്കാത്തത് മാത്രമാണ്. ബാക്ക്ലാഷിൽ അവനെ ഞാൻ തോൽപ്പിച്ചതായിരുന്നു, ഇനി എന്നെ അക്നോളജ് ചെയ്താൽ മാത്രം മതി. പക്ഷേ ജേക്കബ് ഫാറ്റു അപ്പോഴും അതിന് സമ്മതിച്ചിട്ടുണ്ടായിരുന്നില്ല. റോമൻ റെയിൻസിന്റെ അതോറിറ്റിയെയും റോമന്റെ ലീഡർഷിപ്പിനെയും എല്ലാത്തിനെയും റിജക്ട് ചെയ്യുകയുണ്ടായി. അതിന്റെ കൂടെ തന്നെ ഫാറ്റു പറഞ്ഞു, റോമനാണ് ഈ ഒരു ഫാമിലിയെ വലിയ ലെവലിലേക്ക് എത്തിച്ചത്, റോമനാണ് അതിനെ സക്സസിലേക്ക് കൊണ്ടുവന്നിട്ടുള്ളത്. പക്ഷെ റോമന്റെ എറ ഇവിടെ അവസാനിച്ചു. ബ്ലഡ് ലൈനിന് ഒരു മാറ്റം വേണം. ഞാനാണ് ബ്ലഡ് ലൈനിന്റെ ഫ്യൂച്ചർ, അതായത് ബ്ലഡ് ലൈനിന്റെ ലീഡറായിട്ട് ജേക്കബ് ഫാറ്റുവിന് മാറണം എന്നുള്ളതായിരുന്നു അദ്ദേഹം ഉദ്ദേശിച്ചത്. റോമൻ റെയിൻസ് തന്റെ പവർ ദുരുപയോഗം ചെയ്തു, അങ്ങനെയാണ് ട്രൈബൽ ചീഫ് എന്ന പദവിയിലേക്ക് എത്തിയത് എന്നെല്ലാം തന്നെ ജേക്കബ് ഫാറ്റു പറഞ്ഞു. പിന്നെ ആ ഒരു മാച്ചിന്റെ സ്റ്റിപ്പുലേഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആ മാച്ചിൽ ആരാണോ വിജയിക്കുന്നത് അവർ ഹെഡ് ഓഫ് ദി ടേബിൾ ട്രൈബൽ ചീഫായി മാറും, തോൽക്കുന്നവർ അവരെ ഫോളോ ചെയ്തു പോകും. അതായത് റോമൻ റെയിൻസ് വിജയിച്ചു കഴിഞ്ഞാൽ ജേക്കബ് ഫാറ്റു റോമൻ റെയിൻസിന്റെ കൂടെ ജോയിൻ ചെയ്യുന്നതാണ്. മിക്കവാറും അത് തന്നെ നടക്കുകയുള്ളൂ, അല്ലാതെ ജേക്കബ് ഫാറ്റുവിന്റെ കൂടെ എന്തായാലും റോമൻ ജോയിൻ ചെയ്യില്ലല്ലോ. അപ്പോൾ ബ്ലഡ് ലൈൻ 2.0 ഈസ് ലോഡിംഗ്.